വിക്സ് ഗുളികയുടെ കൂട്ടിരിക്കുകയായിരുന്നു. ആ ടേസ്റ്റ് കണ്ട് അതിന്റെ കളറും കണ്ട് അവരങ്ങ് കഴിച്ചു പോയി. 12:30 ആയപ്പം ഹെഡ് മാസ്റ്റർ HMO വിളിച്ചായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ അസ്വസ്ഥതയുണ്ടെന്നും പറഞ്ഞ് വിളിച്ചതാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുകയും HMO പറഞ്ഞു ഇവിടെ കുട്ടികൾ ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയായിരുന്നു. അവിടെ ചെല്ലപ്പോൾ മൊത്തം 6 കുട്ടികളാണ് ഈ ഗുളിക കഴിച്ചത്. അപ്പം അയൺ ഗുളിക ഹെൽത്തിൽ നിന്ന് കൊടുത്തെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ ഒരു സ്ലിപ്പ് 15 ഗുളിക വീതമായിരുന്നു ഒരു സ്ലിപ്പിനകത്തുള്ളത്. അപ്പോൾ എൻ്റെ തന്നെ 2 കുട്ടികളിൽ ഒരു കുട്ടി 15 ഗുളികയും ഒരു കുട്ടി 5 ഗുളികയാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം എൻ്റെ കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോൾ ഡോക്ടർ റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശാസ്താംകോട്ട ഇവിടെ പറ്റൂല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നേരെ കൊല്ലം ഡിസ്ട്രിക്റ്റിലോട്ട് വരികയും ഇവിടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് അപകടനില തരണം ചെയ്തിട്ടുള്ളതെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ കുട്ടികൾ ഇങ്ങനെ മധുരം ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ മത്സരിച്ച് കഴിക്കുകയാണെന്നാണ് കുട്ടികൾ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു പോരായ്മ വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഇത്രയും ഗുളികൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് PTA ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലോ ഒരു മെസ്സേജ് ഇടുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോരായ്മ സ്കൂളിന് വന്നിട്ടുണ്ട്. അത് ഞാൻ ബന്ധപ്പെട്ടവരടുത്ത് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും ഒരു മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ കുട്ടികളുടെ വയറ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരെ 2 പേരുടെയും വയറ് വാഷ് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിലും നാളെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ 2 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ബാക്കി 4 പേര് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്, ഭരണിക്കാവിൽ, അവിടെയാണുള്ളത്. മൊത്തം ഇപ്പം 6 കുട്ടികളാണ് ഇത് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ആ ക്ലാസ്സിൽ മൊത്തം ഈ മെഡിസിൻ വിതരണം ചെയ്തിരുന്നു. PTA എക്സിക്യൂട്ടീവ് ഞാൻ PTA എക്സിക്യൂട്ടീവിനകത്തുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ സ്കൂളിൽ ഹെൽത്തുകാർ കൊണ്ട് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ PTA പേരൻസിനെ ഒന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്തം സ്കൂളുകാർക്കുണ്ടായിരുന്നു. നമുക്ക് വിരയുടെ ഗുളികയൊക്കെ കൊടുക്കുമ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയും വീട്ടിൽ കൊണ്ടുവന്നേ കഴിക്കാവൂ, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ അത് ചവച്ചരച്ച് കഴിക്കുന്ന ഗുളിക. ഇതിപ്പം ഈ വിതരണം നടത്തിയത് നമ്മൾ പേരൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല. ശനിയാഴ്ച കൊടുത്തു എങ്കിൽ അത് തിങ്കളാഴ്ച ഇന്നലെ അവധിയായിരുന്നു. ഇന്നല്ലെങ്കിൽ അത് കൊടുക്കരുതായിരുന്നു. ഇന്ന് പേരൻസിന് ഗ്രൂപ്പിലെങ്കിലും ഒരു മെസ്സേജ് ഇടുമ്പം എന്തായാലും 10-30 പേരൻസെങ്കിലും കാണും. ആ പേരൻസ് അറിയുമ്പോൾ മക്കളുടെ അടുത്ത് പറയും നിങ്ങൾ തൽക്കാലം അവിടെ വെച്ച് കഴിക്കണ്ട, വീട്ടിൽ കൊണ്ടുവന്നിട്ട് പേരൻസ് തരാമെന്ന്. അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ കുട്ടികൾക്ക് ഇത് കിട്ടിയപ്പം മുട്ടായി പോലുള്ള പിള്ളേരല്ലേ, അവർക്ക് ഞാനിപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു നിങ്ങളെന്താ കഴിച്ച ഇത്രയും പറഞ്ഞു വിക്സ് ഗുളികയുടെ കൂട്ടിരിക്കുകയായിരുന്നു. ആ ടേസ്റ്റ് കണ്ട് അതിന്റെ കളറും കണ്ട് അവരങ്ങ് കഴിച്ചു പോയി. ഇല്ല, അതൊന്നും പറഞ്ഞില്ല അവര്. പക്ഷേ എന്തുവാ, ഞാൻ ഒരു മോനോട് ചോദിച്ചപ്പോൾ മോന് എത്ര തന്നു, ഒരു സ്ട്രിപ്പ് തന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് തന്നു, അത് ഫുള്ള് കഴിച്ചു, അത് ഞാൻ കഴിച്ചു. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ അത്രയും കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വിക്സ് ഗുളിക പോലെ ഇരിക്കുക, അതുകൊണ്ട് കഴിച്ചാണ്.